ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണമെങ്കിൽ കമ്മീഷണർ മാധ്യമങ്ങളെ കാണണം. ഇപ്പോൾ അമൽ തേനമ്പറമ്പിൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായുണ്ട്. അമൽ, അന്ന് സംഭവ സ്ഥലത്ത് നിന്ന് അമൽ റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും കണ്ടത്. നിലവിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ കണ്ടെത്തി എങ്ങനെയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മനസ്സിലാക്കുകയും അയാൾ ഇപ്പോൾ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രദേശത്ത്, ഈ മേഖലയിൽ അങ്ങനെ, അതായത് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്ത് എവിടെയൊക്കെ ആയിട്ട് CCTV ഉണ്ട്. അന്ന് ഒരുപാട് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നല്ലോ. പക്ഷെ അന്നൊന്നും കണ്ടെത്താനാകാത്ത പിന്നീട് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലയായിട്ടാണ് CCTV-കൾ ഉള്ളതെങ്കിൽ ഏതായിരിക്കാം നിർണായകമായിട്ടുണ്ടാവുക? ഈ പ്രദേശം എന്ന് പറയുന്നത് തലസ്ഥാനത്തിൻ്റെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം തന്നെയാണ്. വിമാനത്താവളമുണ്ട്, ബ്രഹ്മോസ് എയറോസ്പേസിൻ്റെ സെൻ്ററുണ്ട്, അതോടൊപ്പം തന്നെ ഓൾ സയൻസ് കോളേജ് അടക്കം തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. പക്ഷേ ആ വഴിക്ക് സമീപത്ത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ അവിടെ ഈ കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്ത് CCTV-കളില്ല. പക്ഷേ ഈ കുഞ്ഞിനെ അവിടേക്ക് മറ്റാരെങ്കിലും കൊണ്ടുചെന്ന് എത്തിച്ച് വെച്ചതാണ് എങ്കിൽ അവർക്ക് വരാൻ മറ്റു വഴികളുണ്ട്. ഈ വഴിയല്ല, റെസിഡൻസ് അസോസിയേഷൻ റോഡ് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്, അതിലെ ആണ് വന്നിരിക്കുന്നത് എങ്കിൽ അവിടുത്തെ വീടുകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് ശേഖരിച്ചിരുന്നു. അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ആ CCTV-കളിലായിരിക്കാം ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകുക. ഈ കുട്ടിയുമായി എത്ര ദൂരം ഇവർ പോയിട്ടുണ്ട്, എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, അതോ ഇവിടെ നേരെ വന്ന് അവിടെ കൊണ്ടുവയ്ക്കുകയായിരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തത നൽകേണ്ടത് പോലീസാണ്. എന്തായാലും കുട്ടി രാത്രിയിൽ കുട്ടിക്ക് പരിചയമുള്ള സ്ഥലമാണ്, കുട്ടി എവിടേക്കൊക്കെ പോകുന്നതാണ് എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് കുട്ടി സ്വയം അവിടേക്ക് പോയി ഇരുന്നതാണ് എന്നുള്ള നിഗമനത്തിലേക്കൊക്കെ അത്തരം ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നതാണ്. അങ്ങനെയായിരുന്നു ഒടുവിൽ എത്തിച്ചേർന്ന നിഗമനവും. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അവിടെ എത്തിക്കണ്ടാൽ, അവിടെ എത്തിപ്പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു കുട്ടിക്ക് 2 വയസ്സുള്ള കുട്ടിക്ക് അവിടെ ഇറങ്ങിയിരിക്കാനാകില്ല. അതാണ് നേരത്തെ ഞാൻ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ 20 വയസ്സുള്ള കുട്ടിക്ക് അവിടെ ഇറങ്ങിപ്പോയിരിപ്പ് പാടാണ്. അപ്പോഴാണ് ഈ 2 വയസ്സുള്ള കുട്ടി ആ കല്ലിലൂടെ നടന്നുപോയി അത്ര ദുർഘടമായ ഒരു പാതയിലൂടെ കടന്ന് ആ വേരുകൾക്കിടയിൽ പോയി ചാരിക്കിടക്കുന്ന അവസ്ഥ. ആ പോലീസുകാരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ കുട്ടിയെ എടുത്ത പോലീസുകാരൻ പറഞ്ഞത്, 2 വേരുകൾക്കിടയിൽ ഇങ്ങനെ തൊട്ടിലിൽ കിടക്കുന്നത് പോലെ ആ കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസുകാരൻ്റെ പ്രതികരണം. അപ്പോൾ അങ്ങനെ കുട്ടി പോയി അവിടെ തൊട്ടിലിൽ കിടക്കുന്നത് പോലെ കിടന്നു എന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളുടെ അഭാവം പോലീസിനെ വലിയ തോതിൽ വലച്ചു. എന്തായാലും ഒടുവിൽ പ്രതിയിലേക്ക് പോലീസ് എത്തി എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഈ ആദ്യത്തെ 2-3 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം പിന്നീട് ഈ ചർച്ചയങ്ങ് ഇല്ലാതെ പോയി. ഈ കേസന്വേഷണം എവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ മറ്റ് പല വിഷയങ്ങൾ വന്നതിനാൽ തന്നെ മാധ്യമങ്ങൾ പോലും ആ വിഷയത്തിലുള്ള ഗൗരവം കൈവിടുകയും ചെയ്തു. നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതി പിടിയിലായി എന്നുള്ള വാർത്ത കൂടി വരുന്നത്.